കർത്താവിന് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നത് എല്ലാ ദമ്പതികളുടെയും സന്തോഷവും ആഗ്രഹവുമാണ്. ഉൽപ്പത്തി 1:28 മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ച് നൽകിയ കൽപ്പന, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറയുവിൻ എന്നാണ്. അബ്രഹാത്തിന് സർവ്വജനതകളുടെയും ഉന്നതനായ പിതാവെന്ന പദവി കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞ് മൃതപ്രായമായ ശരീരത്തിൽ നിന്നാണ് അബ്രഹാത്തിനും സാറായിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. സാമുവേൽ ജനിക്കുന്നതും മാതാവ് വന്ധ്യ എന്ന് ജനങ്ങൾ ഉറപ്പിച്ച ശേഷമാണ്. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതും അത്യന്തം വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളിൽ നിന്നാണ്. അതായത് വൈദ്യശാസ്ത്രം തീർത്തും അസാധ്യമെന്ന് വിധിച്ച ശേഷം മാത്രം. ഇതാണ് ഉൽപ്പത്തി 18:14 സാറായോടും ലൂക്കായുടെ സുവിശേഷം 1:37 കന്യകമറിയത്തോടും കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ അസാധ്യമെന്ന് വിധിക്കുന്നത് ദൈവത്തിന് സാധ്യമാണ്. ഉൽപ്പത്തി 19:14b, ഉൽപ്പത്തി 20:2 വാക്യം, ലൂക്ക 1:20 വാക്യം. ഇതിലൊക്കെ പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞിരുന്ന സമയത്ത് തന്നെ ഇവർക്കെല്ലാം കുഞ്ഞുങ്ങൾ ജനിച്ചു. സന്താനമില്ലാതെ ദുഃഖിക്കുന്നവരെ നിങ്ങളുടെ ദുഃഖവും ആഹ്ലാദമായി മാറും. അതുകൊണ്ട് ഈ 1 മിനിറ്റ് നേരത്തെ ഈ ഒരു പ്രാർത്ഥന അതുമാത്രം മതി. ഈ പ്രാർത്ഥന വിശദമായി മനസ്സിലാക്കാൻ ഉൽപ്പത്തി 18:9 വാക്യം മുതൽ ഉൽപ്പത്തി 19:3 വാക്യം വരെയുള്ള വീഡിയോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുക. നിരന്തരം മനഃപാഠമാക്കി നിരന്തരം പ്രാർത്ഥിക്കുക. ഫലം ഉറപ്പാണ്. അതിന് സംശയിക്കേണ്ട, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ആമീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.